ഞാൻ ഈ കായ വറുത്തത് എല്ലാവർക്കും ഓരോ കഷ്ണം കൊടുക്കട്ടെ? എല്ലാവർക്കും കൊടുക്കും. നാരായണയുടെ എന്റെയും പേരിൽ. എന്നെ മാത്രം സ്നേഹിക്കുമോ? എന്താ നാരായണ ഇത്ര സംശയം? ഇവിടെ എന്നേക്കാൾ സുന്ദരിമാരുണ്ട്. ഞാൻ വലിയ സുന്ദരിയൊന്നുമല്ല. ഞാനും സുന്ദരനൊന്നുമല്ല. എനിക്കൊന്ന് കാണണം. എനിക്കൊന്ന് കാണണം. എന്റെ ദൈവമേ, ഞാൻ ഇന്ന് രാത്രി കിടന്ന് കരയും. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് പാത്തുമ്മയുടെ ആട്. ഞാനാണ് പാത്തുമ്മ. എന്റെ ആട് പള്ളിയും പഴിച്ച് നിൽക്കുന്നുണ്ടാവും. പത്തിരി ചുട്ട് വിളമ്പത് മുത്തളി പാത്തുമ്മ, മുത്തളി പാത്തുമ്മ. ആരെങ്കിലും എന്റെ ആടിന് കഞ്ഞിവെള്ളം കൊടുത്തോ? ഓ പിന്നെ അകത്ത് 100 കൂട്ട പണിയുണ്ട്. പിന്നെയാണ് എന്റെ ആട്. പിന്നെ എനിക്ക് നന്നായിട്ട് അറിയാമടി. നിങ്ങൾ ആരും ഒന്നും ചെയ്യണ്ട. എന്റെ ആടൊന്ന് പെറട്ടെ, അപ്പ കാണാം. എന്റെ ആട് പള്ളിയും പഴിച്ച് നിൽക്കുന്നുണ്ടാവും. പത്തിരി ചുട്ട് വിളമ്പത് മുത്തളി പാത്തുമ്മ, മുത്തളി പാത്തുമ്മ. ആരെങ്കിലും എന്റെ ആടിന് കഞ്ഞിവെള്ളം കൊടുത്തോ? ഓ പിന്നെ അകത്ത് 100 കൂട്ട പണിയുണ്ട്. പിന്നെയാണ് എന്റെ ആട്. പിന്നെ എനിക്ക് നന്നായിട്ട് അറിയാമടി. നിങ്ങൾ ആരും ഒന്നും ചെയ്യണ്ട. എന്റെ ആടൊന്ന് പെറട്ടെ, അപ്പ കാണാം. ആരാ അവിടെ ചുളമടിക്കുന്നേ? ഞാനാ. എന്താ പേര്? ബഷീർ. എളിയ തോതിലൊരു എഴുത്തുകാരനാ. 2.5 കൊല്ലത്തെ തടവ്. ഇപ്പൊ ഞാനിവിടെ തനിച്ചാ. കൂട്ടുകാരെല്ലാം പോയി. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ് 22. സുന്ദരമായ വയസ്സ്. കഠിന തടവാണല്ലേ? 14 കൊല്ലം. അപ്പോൾ കൊലക്കുറ്റമാണല്ലേ? വന്നിട്ട് ഒത്തിരി നാളായോ? 1 കൊല്ലമായി. എന്തൊരു ജീവിതം. എനിക്കൊരു റോസാച്ചെടി തരുമോ? എന്റെ പൊന്നു കുഞ്ഞിപ്പാത്തുമ്മ, നീ ആനമക്കാരിന്റെ പുന്നാര മോളുടെ പുന്നാര മോളാ. നിന്റെ ഉപ്പൂപ്പാക്കൊരാന ഉണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന. നിന്റെ പൊന്നാരാണേ. ഉമ്മ, നമ്മുടെ പേരെന്തിനാ അവരൊക്കെ എടുക്കണത്? കെട്ടിക്കാൻ പോണ പെണ്ണ ചോദിക്കണ കേട്ടോ. നോക്ക്, ഈ കറുത്ത മറുക ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. അതിന്റെ നിറം എന്താ? കറുത്തത്. നിന്റെ ഉപ്പൂപ്പാടെ ആനേന്റെ നിറം എന്താർന്ന്? കറുത്തത്. നിന്റെ നിറം എന്താ? വെളുത്തത്. വെളുത്ത നിന്റെ കവിളമ്മല് കറുത്ത മറുകുണ്ടായതെന്താ? ഹായ്, നിന്റെ ഉപ്പൂപ്പാക്കൊരാന ഉണ്ടാർന്ന്, വലിയൊരു കൊമ്പനാന. ഞാൻ ഈ കായ വറുത്തത് എല്ലാവർക്കും ഓരോ കഷ്ണം കൊടുക്കട്ടെ? എല്ലാവർക്കും കൊടുക്കും. നാരായണയുടെ എന്റെയും പേരിൽ. എന്നെ മാത്രം സ്നേഹിക്കുമോ? എന്താ നാരായണ ഇത്ര സംശയം? ഇവിടെ എന്നേക്കാൾ സുന്ദരിമാരുണ്ട്. ഞാൻ വലിയ സുന്ദരിയൊന്നുമല്ല. ഞാനും സുന്ദരനൊന്നുമല്ല. എനിക്കൊന്ന് കാണണം. എനിക്കൊന്ന് കാണണം. എന്റെ ദൈവമേ, ഞാൻ ഇന്ന് രാത്രി കിടന്ന് കരയും. ആഹാ, ഇതാരൊക്കെയാ? മാറിക്ക് സൈത്താനെ. നിങ്ങളെന്റെ ആടിന് കഞ്ഞിവെള്ളം കൊടുത്തിനാ? കഞ്ഞിവെള്ളോ? ഇവിടെ 100 കൂട്ടം പണികളുണ്ട്. അപ്പോഴാ അവളും അവളുടെ ഒരാടും. പറഞ്ഞോ, നല്ലോണം പറഞ്ഞോ. എന്റെ ആടൊന്ന് പറ്റോട്ടെ, അന്നേരം കാണിച്ചു തരാം. എല്ലാരും എന്റെ പറഞ്ഞു വരും.
എന്റെ ആട് പറയുമ്പോ ഈ സുബൈദാനെ മറക്കല്ലേ കേട്ടോ. സുബൈദാക്ക് ഇത്തിരി പാല് വേണം. അന്ന് ഞാൻ തരാം, നല്ല അടി വെച്ച് തരാം. എന്റെ ആടിനെ കുറ്റം പറഞ്ഞതും പോരാതെ പാലും കൂടി വേണല്ലേ. എങ്കിലും എന്റെ ആടിനെ കണ്ടിക്കണം, അതിന് തുള്ളി വെള്ളം കൊടുക്കണം. പൈസ ഞാനിവിടെ അഭിനയിക്കാൻ പോകുന്നത് മതിലുകൾ എന്ന കഥയിലെ ചെറുഭാഗമാണ്. ആരാ ഇവിടെ ചൂളമടിക്കുന്നത്? ഇത് ഞാനാ, പേരെന്താ? ബഷീർ. എളിയ തോതിലൊരു എഴുത്തുകാരനാ. 2.5 കൊല്ലം തടവ്. കൂട്ടുകാരെല്ലാം പോയി, ഞാൻ ഇവിടെ ഒറ്റക്കാ. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. എന്ത് സുന്ദരമായ പേര്. വയസ്സ് 22. സുന്ദരമായ വയസ്സ്. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ, പങ്കുറങ്കുള്ളോളെ. പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട്, പൂക്കളിൽ റാണിയായി പൂത്തു നിൽക്കുന്നോളെ, പൂത്തു നിൽക്കുന്നോളെ. ഞാൻ ഫാത്തിമ, ബഷീർ കാക്കാന്റെ പെങ്ങളാ. എന്റെ വീട് ചന്തയുടെ പിന്നിലാ. എന്റെ മോള് ഖദീജ. എന്റെ ഭർത്താവ് കൊച്ചുണ്ണി. അങ്ങനെയൊക്കെ കച്ചവടമാ. അയാൾ രാവിലെ കച്ചവടത്തിന് പോയാ പിന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോരും. അതേ, എനിക്കൊരു ആടുണ്ട്. ഉമ്മയുടെ അടുത്താണ്. ബല്ലിക്കൊക്കെ പറയുന്നത് ബല്ലിക്കൊക്കാന്റെ പുസ്തകങ്ങളൊക്കെ എന്റെ ആട് തിന്നൂന്ന്. എന്റെ ആടങ്ങനെ ചെയ്യോ? എന്റെ ആടിന് കഞ്ഞിവെള്ളം ഒന്നും കൊടുക്കില്ല. അതേ, ഞാൻ ഈ കത്താനോട് സ്വകാര്യം പറഞ്ഞു. ഖദീജക്ക് ഒരു ജോഡി കമ്മല് വാങ്ങിക്കൊടുക്കാൻ. ഖദീജക്ക് എന്റെ ആടിനെ കണ്ണി പിടിക്കൂല. അതേ, എന്റെ ആട് പ്രസവിച്ചു. ആൺകുട്ടിയാ. എന്റെ ആടിന്റെ പാല് മൊത്തം ഒറ്റ കുടിച്ചു കളഞ്ഞു. കണ്ണീച്ചോരല്ലാത്തവര്. എന്റെ ഇക്കാനെ അറിയുമോ? ബഷീർ വലിയ എഴുത്തുകാരനാണ്. നമ്മളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഫാത്തുമയുടെ ആട് നിങ്ങൾക്കറിയാമോ? എല്ലാരും നേരത്തെ വന്നല്ലേ, ഞാൻ വരാൻ ഇത്തിരി വൈകി. ഒന്നും വിചാരിക്കല്ലോ. എന്താ നമ്മളെ സൂക്ഷിച്ചു നോക്കുന്നത്? നമ്മളെ മനസ്സിലായില്ല? നമ്മൾ സൈനമ്മ. ആന്നേ, അതന്നെ. മുച്ചിട്ട് കളിക്കാരന്റെ മകൾ സൈനബ തന്നെ. അല്ലോ, ബാപ്പില്ല പോണത്. മൂപ്പരീടും വന്നുണ്ടോ? ഷോ റബ്ബേ, എപ്പോഴേനു കാണണ്ട. പുറത്തേക്ക് പോയിക്കോട്ടെ. ഹാവോ, സമാധാനായി. അതെ, എന്താറിയോ, നമ്മളെ വെട്ടി നുറുക്കി കോഴി ബിരിയാണി വെക്കുന്ന് പറഞ്ഞു നടക്കുക മൂപ്പര്. എന്തിനാ? നമ്മൾ മുത്തപ്പാനെ നിക്കാഹ് കഴിച്ചതിനാ. താങ്ക് യു. പ്രശസ്ത എഴുത്തുകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതിയായ ഫാത്തുമയുടെ ആട് എന്നതിലെ ഒരു ഭാഗമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്റെ പടച്ചോനെ, എന്റെ ആടിനായിരുന്നു കണ്ടീന. അതിന് പള്ളിയിൽ പൈസ ഉണ്ടാവും, എന്തേലും കൊടുക്കട്ടെ. പത്തിരി ചുട്ടു വിളമ്പി നടക്കണ മുത്തൊലി പാത്തുമ്മ. ആടിനാടേലും കല്യാണം കൊടുത്താർന്ന. എന്റെ ആടിന് കൊടുക്കാണ്ട കല്യാണം. ഇവിടുത്തെ സകലമായ പേപ്പറും കള്ളാസുമായ എല്ലാ സാധനങ്ങളും നിന്റെ ആട് തിന്ന് തീർത്തിട്ടുണ്ട്. എന്റെ ആടിനൊന്നും പറയണ്ട, എന്നെ പറഞ്ഞോളി. എന്റെ ആടൊന്ന് പറ്റോട്ടെ, അപ്പ കാണാം. കുറച്ച് പാല്, ആട്ടുപാല് തരുമെന്ന് ചോദിച്ചാൽ പിന്നാലെ നടന്നോളും. നിന്റെ ആട് പറ്റാ. സുബൈദാനെ നീ മറക്കരുത് കേട്ടോ. എനിക്കും കുറച്ച് ആട്ടുംപാല് തരുമുണ്ട്. തരും, നല്ല തല്ല് വെച്ച് തരും. ഞാൻ ഈ കായ വറുത്തത് എല്ലാവർക്കും ഓരോ കഷ്ണം കൊടുക്കട്ടെ? എല്ലാവർക്കും കൊടുക്ക്, നാരായണയുടെ എന്റെയും പേരിൽ. എന്നെ
എന്താ നാരായണി ഇത്ര സംശയം? ഇവിടെ എന്നേക്കാൾ സുന്ദരിമാരുണ്ട്. ഞാൻ വലിയ സുന്ദരിയൊന്നും അല്ല. ഞാനും സുന്ദരനൊന്നും അല്ല. എനിക്കൊന്ന് കാണണം. എനിക്കും ഒന്ന് കാണണം. എന്റെ ദൈവമേ, ഞാൻ ഇന്ന് രാത്രി കിടന്ന് കരയും.